നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. എടപ്പാൾ ശുഗപുരം കാലടിത്തറ വീട്ടിൽ അശ്വതി, ആദിത്യൻ, കൊരട്ടിക്കര രാമനിലയത്തിൽ രാമൻകുട്ടി, സുധാവാര്യർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്വതിയുടെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കര മൊഹ്യുദ്ദീൻ മസ്ജിദിന് മുൻപിൽ ഞായറാഴ്ച വൈകിട്ട് 6:30 അപകടം. പഞ്ചായത്ത് ഓഫീസ് തുറന്നിട്ട നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തെ സിറ്റ് ഔട്ടിലേക്ക് കടക്കുന്ന ഭാഗത്തെ ഗ്രില്ലാണ് തുറന്നിട്ട നിലയിൽ കണ്ടത്. ഞായറാഴ്ച രാവിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ വാച്ച്മാനാണ് ഗ്രില്ല് തുറന്നത് കണ്ടത്. ഗ്രില്ല് തുറന്നാൽ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഓഫീസിന് 3 താക്കോലുകളാണുള്ളത്. ഒന്ന് പാർട്ട് ടൈം സ്വീപ്പറുടെ കൈവശവും, രണ്ടാമത്തേത് ഓഫീസ് അറ്റൻഡറുടെ കൈവശവും, മൂന്നാമത്തേത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പക്കലുമാണുള്ളത്. ഗ്രില്ലിന്റെ പൂട്ട് താക്കോലില്ലാതെ പ്രസ് ചെയ്ത് പൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ശനിയാഴ്ച ഓഫീസ് പൂട്ടിപ്പോയത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലുള്ളവരാണ്. അവർ കൃത്യമായി പൂട്ട് ലോക്കായി എന്ന് ഉറപ്പുവരുത്തിയാണ് പോയതെന്ന് പറയുന്നു. പ്രസിഡന്റ് ഒഴികെ താക്കോൽ കൈവശമുള്ളവർ 2 പേരും സ്ത്രീകളാണ്. അവരാരും രാത്രിയിൽ ഓഫീസിൽ എത്തിയിട്ടുമില്ല. ശേഷിക്കുന്ന ഒരു താക്കോൽ കൈവശമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രിയിൽ പഞ്ചായത്ത് ഓഫീസിൽ വന്നതാണോ അതോ മോഷണ ശ്രമമാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ. മാർച്ച് മാസമായതിനാൽ നികുതികളും ലൈസൻസ് ഫീകളും ഉൾപ്പെടെ വലിയ സംഖ്യ പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മണ്ടംപറമ്പ് സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, ടി പി ലോറൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി, വാർഡ് മെമ്പർ രമ്യ ഷാജി, മുൻ പഞ്ചായത്ത് അംഗം ഷീജ വേണുഗോപാൽ, ഷിജു മണ്ടംപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വേലൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ BJP പ്രതിഷേധിച്ചു. മണിമലർക്കാവ് ക്ഷേത്രം, അങ്കണവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത്. മുമ്പ് BJPയുടെ സമരത്തിന്റെ ഭാഗമായി കുടിവെള്ള പദ്ധതിക്കായി കുഴൽ കിണർ കുത്തിയിരുന്നു. എന്നാൽ പൈപ്പിടാനും ടാങ്ക് സ്ഥാപിക്കുവാനും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് BJP ആരോപിച്ചു. ബൂത്ത് പ്രസിഡന്റ് മനോജ് പെരുവഴിക്കാട്ട്, ജനറൽ സെക്രട്ടറി രാജീവ് അമ്പക്കാട്ട്, വിജയൻ നെല്ലിക്കൽ, ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, സന്തോഷ് മേലേപ്പുരയ്ക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രദേശവാസികളും പങ്കെടുത്തു. കാഴ്ചക്കാരായി നിൽക്കുന്നൊരവസ്ഥയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ വിഷയം ഉന്നയിച്ച് സമരമുഖത്തുണ്ട്. അങ്ങനെ സമരം ചെയ്തതിന്റെ ഫലമായി നമ്മുടെ ഈ 12-ാം വാർഡിലേക്ക് ഒരു കുഴൽക്കിണർ. അകാലത്തിൽ മരണമടഞ്ഞ പെരുമ്പിലാവ് അറയ്ക്കൽ റെഡ്സ് ചാരിറ്റി അംഗം സുനേഷിന് സുഹൃത്തുക്കൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. ഈ മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് പോലെ എപ്പോൾ കടന്നു എന്ന് പറയാനല്ല. അത് അനിവാര്യമായ ദുരന്തമായി അവസാനിച്ചു. പക്ഷേ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും അവിടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു വീട് പണി പൂർത്തീകരിക്കാനും വലിയ ഇടപെടലാണ് റെഡ്സ് ചാരിറ്റി നടത്തിയിട്ടുള്ളത്. ജീവകാരുണ്യ മേഖലയിൽ അറക്കലിലെ സജീവ സാന്നിധ്യമായ റെഡ്സ് ചാരിറ്റി പ്രവർത്തകരും സുഹൃത്തുക്കളും ബിരിയാണി ചലഞ്ചിലൂടെയും ആക്രി ചലഞ്ചിലൂടെയും സമാഹരിച്ച തുകയും കടവല്ലൂർ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയുമാണ് സുനേഷിന്റെ സ്വപ്നമായിരുന്ന വീട് നിർമ്മിച്ചു നൽകിയത്. കുന്നത്തുകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ സുനേഷിന്റെ കുടുംബാംഗങ്ങൾക്ക് താക്കോൽ കൈമാറി. ചടങ്ങിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് മെമ്പർമാരായ പ്രഭാത് മുല്ലപ്പള്ളി, നിർമ്മല, അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ജാതി മത ഭേദമന്യേ നടത്തിയ സമൂഹ നോമ്പുതുറയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. താക്കോൽദാനത്തിനും സമൂഹ നോമ്പുതുറയ്ക്കും റെഡ്സ് ചാരിറ്റി ഭാരവാഹികളായ ബക്കർ അറക്കൽ, ഇബ്രാഹിം, മുനീർ, റൌഫ്, പ്രശാന്ത്, ഷമീർ, സന്ദീപ്, സുബൈർ, ഹാഷിം, നൂറുദ്ദീൻ, ഷിഹാബ്, അൻസാർ, അജീഷ് എന്നിവർ നേതൃത്വം നൽകി. എന്ന് പറയുന്നത് അവര് ഇത് മാത്രമല്ല, റെഡ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ പഠനോപകരണങ്ങൾ മുതൽ ഇപ്പോൾ വീട് നിർമ്മാണം വരെയുള്ള എല്ലാ പ്രവൃത്തികളും അവരുടെ ഭാഗത്ത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അത്
ആ ബന്ധങ്ങളെ മനുഷ്യരായി കാണാനുള്ള ആ മനുഷ്യനായി എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സ് നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, സിനിമാ നടൻ ശിവജി ഗുരുവായൂർ, ഞമനേങ്ങാട് മഹൽ സെക്രട്ടറി നൌഷാദ്, ക്ഷേത്രം തന്ത്രി സൂരജ്, ബ്ലോക്ക് മെമ്പർ തെക്കുമുറി കുഞ്ഞഹമ്മദ്, വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം മേൽശാന്തി ഗിരീശൻ നമ്പൂതിരി, മാതൃസമിതി അംഗങ്ങളായ തങ്കമണി തയ്യിൽ, അമ്മു, ലീലക്കുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സമ്മേളനം സമാപിച്ചു. അഗതിയൂർ DVM സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് A. ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TA. പ്രേമരാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MP. പ്രശാന്ത് വരവ് ചെലവ് കണക്കും, കേന്ദ്ര നിർവാഹക സമിതി അംഗം P. മുരളീധരൻ സംഘടനാ രേഖയും അവതരിപ്പിച്ചു. മയക്കുമരുന്ന് വ്യാപനം, അനധികൃത കുന്നിടിക്കൽ, നീറ്റ്, കീം പ്രവേശന പരീക്ഷകളിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഗ്രേഡ് കുറയ്ക്കൽ എന്നിവയ്ക്കെതിരെ സമ്മേളനം പ്രമേയം പാസാക്കി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ ബിനേഷ്, വൈസ് പ്രസിഡന്റ് KK അനിത, സെക്രട്ടറി MK സോമൻ, ജോയിന്റ് സെക്രട്ടറി ലാസൺ സെബാസ്റ്റ്യൻ, ട്രഷറർ KA രമേശ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കേരള സാഹിത്യ അക്കാദമിയിൽ ആദ്യ ചീഫ് വനിതാ ലൈബ്രറിയനായി സേവനം ചെയ്യുന്ന ഗ്രാമത്തിന്റെ അഭിമാനമായ PK ശാന്തയെ ആദരിച്ചു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഗ്രാമത്തിൽ കായികരംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും മികച്ച പ്രവർത്തനം നടത്തുന്നതിൽ ശ്രദ്ധേയയാണ് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ക്ലബ്ബ് സെക്രട്ടറി ജിജു ജേക്കബ് ഉപഹാരം നൽകി. ക്ലബ്ബ് രക്ഷാധികാരി PS വിനു, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി ബാബു P. ജോർജ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പോർക്കുളം യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം അഖില മുകേഷിന്റെ വസതിയിൽ ഗ്രാമോത്സവം എന്ന പേരിൽ നടന്ന കൺവെൻഷനിൽ കലാപരിപാടികൾ, പുസ്തക ചർച്ച, അനുമോദന സദസ്സ് എന്നിവ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് പോൾസൺ മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമോത്സവം പുകസ ജില്ലാ സെക്രട്ടറി MN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MT പോൾസൺ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർ ബിൻസ ബെനറ്റ്, ഡോക്ടർ KU ഹരിദാസ്, MK സുധാകരൻ, BN നിധിൻ എന്നിവരെ ആദരിച്ചു. മേഖലാ സെക്രട്ടറി സുഭാഷ് P. തങ്കൻ, CG രഘുനാഥ്, KP പ്രേമൻ, അഖില മുകേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച മാരത്തോണിൽ 2 മണിക്കൂർ കൊണ്ട് 21 കിലോമീറ്റർ ഓടിയെത്തിയ മങ്ങാട് സ്വദേശി TS രാജനെ മങ്ങാട് അക്ഷരമുറ്റം വായനശാല ആദരിച്ചു. പ്രസിഡന്റ് ബിജു വർഗീസ് പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി. സെക്രട്ടറി വിമൽ, ട്രഷറർ പിയൂസ് എന്നിവർ സംസാരിച്ചു. കുഴഞ്ഞു വീണ് മരിച്ചു. ആമക്കാവ് മാത്തൂർ സ്വദേശി നമ്മണിപ്പറമ്പിൽ 62 വയസ്സുള്ള കുട്ടനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഞായറാഴ്ചയാണ് സംഭവം. കുന്നംകുളത്തേക്ക് പോയതായിരുന്നു. തിരിച്ചുവരാനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടനെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശാന്ത ഭാര്യയും വിനോദ്, വിജിത്ത്, വിദ്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.